ഹായ് നമസ്കാരം. ഞാൻ ഷിബു മേരിലയാണ്. ഷിബൂസ് ബ്ലോഗ്സ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, നമ്മളൊരു ഒരു വെള്ളത്തിൽ, അതായത് ഒരു കായലിലോ ഒരു പുഴയിലോ അല്ലെങ്കിൽ ഒരു തോട്ടിലോ അല്ലെങ്കിൽ ഒരു കുഴിയിലോ എവിടെങ്കിലും വെള്ളമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇറങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, ഇന്ന് നമ്മളുടെ പ്രിയപ്പെട്ടവർ ഒരുപാട് പേര് ജലാശയങ്ങളിൽ മുങ്ങിപ്പോയി അവർ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും നമ്മൾക്കൊരു മോചനം ഉണ്ടായേ പറ്റൂ. അപ്പോൾ ഒരു പുതിയ ഒരു ജലാശയം കാണുമ്പോൾ നമ്മൾ അവിടേക്ക് ചാടുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് വ്യക്തമായി ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ആദ്യമായിട്ട് നമ്മൾ ഒരു കായലിൻ്റെ തീരത്തെത്തുകയാണെങ്കിൽ, ആ കായലിലേക്ക് നമുക്ക് ചാടണം എന്നൊരാഗ്രഹം നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിൽ, അവിടെ ഇറങ്ങി കുളിക്കണം എന്നൊരു മനസ്സിൽ നമ്മുടെ ആഗ്രഹം വരികയാണെങ്കിൽ, നമ്മൾ ആ പ്രദേശത്തുള്ള ആരെയെങ്കിലും നമ്മൾ സമീപിക്കുക. അവരോട് ചോദിക്കുക, നമുക്ക് എത്ര ദൂരം വരെ നമുക്ക് അപകടമില്ലാതെ പോയി കുളിച്ചിട്ട് വരാം എന്നുള്ളത് അവരോട് സംസാരിക്കണം. അപ്പോൾ അവർ പറയുന്നതിന് അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ ആ ദൂരത്തോട്ട് പോകാവൂ. കുറച്ച് നീന്തൽ അറിയാവുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ ദൂരോട്ട് പോകാം. അതേപോണൊക്കെ നമ്മൾ ചോദിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ആ സമുദ്രത്തിന് അടിയൊഴുക്കുണ്ടോ എന്നുള്ളത് പ്രത്യേകമായി നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അടിയൊഴുക്കുണ്ടെങ്കിൽ നമ്മളെ അവിടെ പിടിച്ച് ആ അടിയൊഴുക്കിൽ നമ്മൾ മുങ്ങിപ്പോകാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമ്മൾ അടിയൊഴുക്കുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളവിടെ ചാടാതിരിക്കുന്നതാണ് നല്ലത്. അല്ല, ഒരു പക്ഷേ നമ്മളങ്ങനെ ചാടുകയാണെങ്കിൽ നമ്മളൊരു സൈഡിൽ നിന്ന് കുളിച്ച് കയറുന്നതായിരിക്കും നമുക്ക് നല്ലത്. അതുപോലെ തന്നെ മദ്യപിച്ച് ഒരിക്കലും നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക. മദ്യപിച്ച് നമ്മൾ വെള്ളത്തിലിറങ്ങിയാൽ അത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ ഈ മുങ്ങിപ്പോകുന്ന ആൾക്കാരെ നമ്മൾ പിടിച്ചു ഉയർത്തുമ്പോൾ നമുക്ക് നീന്തൽ അറിയാവുന്നെങ്കിൽ മാത്രമേ നമ്മൾ ആ വെള്ളത്തിൽ ചാടി അവരെ രക്ഷിക്കാൻ ശ്രമിക്കാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റേ കയറോ ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ അവർക്ക് ഇട്ടുകൊടുത്ത് അവരെ നമ്മൾ രക്ഷിക്കാൻ ശ്രമിക്കുക. ഒരുപക്ഷെ നമുക്ക് നീന്തൽ അറിയാതെ നമ്മൾ ചാടി അവരെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ നമ്മളും ആ വെള്ളത്തിൽ പോകും, അവരും വെള്ളത്തിൽ പോകും. അതേപോണക്ക് തന്നെ നമ്മൾ ഈ സമുദ്രത്തിൻ്റെയൊക്കെ വക്കിൽ പോയി നിൽക്കുമ്പോൾ അത് വെള്ളം വീണ് ഇടിഞ്ഞ് വീഴുന്ന സാഹചര്യത്തിലാണെങ്കിൽ അതിൻ്റെ ആ വക്കത്തോട്ട് നമ്മൾ പോകാതെ നമ്മൾ സുരക്ഷിതമാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അതിൻ്റെ വക്കിലൊക്കെ പോവുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് അപകടമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.